ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇതാ അച്ഛൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണവ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അമ്മയാണ് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞിരുന്നതേ ഉള്ളൂ. അപ്പോൾ 1 കിലോ ആണിത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അതൊക്കെ വൃത്തിയാക്കുന്നത് അമ്മയാണ്. ഞാൻ എടുത്ത് വെച്ചെടുത്തൊന്ന് അമ്മ എടുത്തുകൊണ്ട് പോയി. അതെല്ലാം ക്ലീൻ ചെയ്തോളാം പറഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണവയൊക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. നാട്ടിൽ വന്നപ്പോൾ കുറേ നാളായി സത്യം പറഞ്ഞ് ഇത് കഴിച്ചിട്ട്. ഇതെല്ലാവർക്കും കറി വെക്കാനൊക്കെ അറിയായിരിക്കും. പലരും പല രീതിയിലായിരിക്കും ഇത് കറി വെക്കുന്നത്. ചിലപ്പോൾ തീയിൽ വെക്കാറുണ്ട്, റോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് എടുക്കുന്ന 1/2 കിലോ കൊച്ചുള്ളിയാണ് കേട്ടോ. 1 കിലോ കണവയ്ക്ക് 1/2 കിലോ കൊച്ചുള്ളി, അതാണ് അതിൻ്റെ കണക്കെന്നാണ് പറഞ്ഞത്. പിന്നെ 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഇത്രയും വേണം കൂടി. ഇതൊക്കെ ഒന്ന് ചതച്ചൊക്കെ വെക്കണം. അപ്പോൾ കണവയ്ക്കകത്തായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇല്ലേ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ അത് ഓഫ് ചെയ്യുക കേട്ടോ. കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിലങ്ങ് വെന്തോളും കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണം അതിൽ കിടന്ന് വെന്തോളും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ പറഞ്ഞ അളവ്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് കടുക് ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളുടെ കുഞ്ഞുള്ളി, ഇതിൽ സവാള ചേർക്കുന്നില്ല. 1 കിലോ കണവയ്ക്ക് 1/2 കിലോ ചെറിയ ഉള്ളി അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടുക. അല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാടി കിട്ടും കേട്ടോ. അപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും. പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ ചേർത്തോളൂ. അമ്മ ചേർത്തില്ല തേങ്ങാക്കൊത്ത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കണം. തക്കാളി ഒരു 2 തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 തക്കാളി ചേർക്കുന്നുണ്ട്. അതൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും നമ്മളുടെ മസാലകൾ അങ്ങോട്ട് ആഡ് ചെയ്യണം. ഇതൊക്കെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള മസാല അതാ നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡർ, അധികം എരിവ് ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഗരം മസാല, മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചേർക്കുന്നത് നമ്മളുടെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ മസാലയൊക്കെ കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും മുളക് പൊടി ചേർക്കണം. അതായത് അധികം എരിവുള്ള മുളക് പൊടിയല്ല. കാരണം വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ചേർക്കുന്ന കാരണം എരിവുള്ളത് ചേർക്കണ്ട കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. ഇത് മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. അത് അമ്മ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇട്ടപ്പോൾ ഞാൻ അളവ് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അത്രയും മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഗരം മസാലയും കൂടി ചേർക്കണം. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ അളവ് കുറവായ കാരണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിക്കണേ. ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കണവയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടത് ഒന്നും കൂടി ഒന്ന് വേവണം കേട്ടോ. അപ്പോൾ ഇതൊരു പരുവം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കണവയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മസാല അല്പം കുറവായിട്ട് തോന്നുന്ന കാരണം അമ്മ കുറച്ചും കൂടി മീറ്റ് മസാല ഇട്ടു. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ അല്ല 3 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടി ഒന്ന് ആ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വറ്റി വരണം കേട്ടോ. ഒന്ന് റോസ്റ്റ് അല്ലേ, നമ്മളിപ്പം ഡ്രൈ ആക്കി എടുക്കുന്നതാണ്, ഗ്രേവി ഒന്നും ഇല്ല, നല്ല ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഇതിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ പുളിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും അത് നല്ല സെറ്റാവും. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഉപ്പ് നോക്കുകയാണ്, ഉപ്പൊക്കെ പാകമായിരുന്നു. ഇനി ഇതിനകത്ത് നിന്ന് വറ്റി വരട്ടെ നമ്മളുടെ കണവ റോസ്റ്റ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മീറ്റ് മസാലയുടെ അളവ് കുറവായത് കാരണം ഏകദേശം ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ. ഏകദേശം മൊത്തത്തിൽ 3 സ്പൂൺ ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണിന് 3 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ്, സത്യം പറഞ്ഞാൽ അമ്മമാരുണ്ടാക്കുമ്പോൾ എന്താ പറയുക, നമുക്കൊരു ഒന്നും കൂടി ടേസ്റ്റ് തോന്നാറില്ലേ. അവരുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ അതിലുണ്ടാവും ഇല്ലേ. അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എപ്പോഴും നമ്മളുടെ കൈവശം ഉണ്ടാക്കി കഴിച്ച് ഞാൻ മടുത്തു. ഇവിടെ വന്നപ്പോഴാണ് ഇതാ കണ്ടില്ലേ, നമ്മുടെ കണവ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്.